അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോ ഇന്നത്തെ ചോദ്യം ഒരു വാക്കിനെ ബന്ധപ്പെട്ടിട്ടാണ്. കൊടുത്തിരിക്കുന്ന വാക്ക് ലഫ്തദഉ ബിഹി. ചോദ്യം: ഈ വാക്ക് വായിക്കുമ്പോൾ ഇതിൽ കാണുന്ന എല്ലാ സാക്കിൻ അക്ഷരങ്ങൾക്കും കൊടുക്കുന്ന സമയം ഒന്ന് തന്നെയാണ്. ശരിയാണോ തെറ്റാണോ? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം ഈ അക്ഷരങ്ങളെല്ലാം തന്നെ റിഖ്വ കാറ്റഗറിയിൽ പെട്ട അക്ഷരങ്ങളാണ്. ഒരു സാക്കിൻ അക്ഷരം അല്ലെങ്കിൽ ഒരു മുഷദ്ദ അക്ഷരം, അതിൻ്റെ സമയം ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിൻ്റെ സിഫത്തിനെ, ഒരു സൗണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള സിഫത്ത്. നമുക്കറിയാം സിഫത്തുകൾ പലതരത്തിലുണ്ട്. അതിൻ്റെ കാറ്റിനെ സംബന്ധിച്ച്, സൗണ്ടിനെ സംബന്ധിച്ച്, സൗണ്ടിൻ്റെ ദിശയെ സംബന്ധിച്ച്, കംപ്രഷനെ സംബന്ധിച്ച്, അങ്ങനെ നമ്മൾ 5 തരത്തിൽ പെർമനൻറ്റ് സിഫത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സൗണ്ടിൻ്റെ സിഫത്തായ ഷിദ്ദ, റഖാവ, തവസുത്ത് ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഒരു അക്ഷരത്തിൻ്റെ സമയം. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് സാക്കിൻ അല്ലെങ്കിൽ ഷിദ്ദ, ഹറക്കയല്ല. അപ്പോൾ അത് ഷിദ്ദയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം അജ്ദഖത്തിൻ ബക്കറ്റ്, തവസുത്താണെങ്കിൽ കുറച്ചുകൂടി കൂടിയ സമയം ലിനുമർ, പിന്നെ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം റഖ്വ ഏറ്റവും കൂടുതൽ സമയം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വായിക്കുമ്പോൾ അതിൽ ഒരു സാക്കിൻ അക്ഷരം അല്ലെങ്കിൽ ഒരു ഷദ്ദ അക്ഷരം കൺമുന്നിൽ വരികയാണെങ്കിൽ 2 ചോദ്യം മനസ്സിൽ കീപ്പ് ചെയ്യുക. ഇത് അജിദ് ഖൊത്തിൻ ബക്കറ്റാണോ? അല്ല എങ്കിൽ അടുത്ത ചോദ്യം, ഇത് ലിനുമറാണോ? അല്ല എങ്കിൽ നമുക്ക് ഉത്തരം ഓൾറെഡി കിട്ടും, അത് റിഖ്വ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ റഖാവ കാറ്റഗറിയിൽ പെട്ടതായിരിക്കും. ഇവിടെ ഫ നോക്കിക്കഴിഞ്ഞാൽ അജിദ് ഖൊത്തിൻ ബക്കറ്റ് അല്ല, ലിനുമർ അല്ല, അപ്പോൾ അത് റഖാവയാണ്. വാവ് നോക്കിക്കഴിഞ്ഞാൽ അജിദ് ഖൊത്തിൻ ബക്കറ്റ് അല്ല, ലിനുമർ അല്ല, അപ്പോൾ അത് റഖാവായി. ഇനി നമ്മൾ ഈ വാക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോഴോ അവസാനം ഹാ സാക്കിനും വരുന്നു. സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഹാ സാക്കിൻ വരുമ്പോൾ അത് അജിദ് ഖൊത്തിൻ ബക്കറ്റാണോ? അല്ല. ലിനുമറാണോ? അല്ല, അപ്പോൾ റഖാവ. അതായത് 3 അക്ഷരങ്ങളും റഖാവ കാറ്റഗറിയിൽ പെട്ട അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പോൾ 3 അക്ഷരങ്ങൾക്കും ഒരേ രീതിയിലുള്ള സമയം വേണം കൊടുക്കാൻ. ലാം, ഫത്ഹ, ഫ, സുക്കൂൻ, ലഫ്, ദാൽ, ഫത്ഹ, വാവ്, സുക്കൂൻ, ദൗ, ലഫ്, തദൗ. സി, ലഫ്, തദൗ, ലഫ്, ദൗ, സെയിം ടൈമിങ്. ഇനി ഹാൽ നിർത്തുകയാണെങ്കിൽ ബ, കസ്റ, ഹ, സുക്കൂൻ, ബിഹ്, ലഫ്, തദൗ, ബിഹ്, ലഫ്, തദൗ, ബിഹ്. 3ഉം ഒരേ സമയം. സാധാരണയായിട്ട് മിസ്റ്റേക്ക് സംഭവിക്കുക 2 എണ്ണം ഉണ്ട്. ഒന്ന്, ബിഹ് എന്ന് ഹാ സാക്കിന് നിർത്തിക്കളയും വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അല്ലെങ്കിൽ കേൾക്കാത്ത രീതിയിൽ നിർത്തിപ്പോവും. അല്ല, ഫാക്ക് എങ്ങനെ ക്ലിയർ ആക്കിക്കോ ശബ്ദം, അത് എത്ര സമയം കൊടുത്തോ അതേപോലെ ഹാക്ക് കൊടുക്കുക. മറ്റൊന്ന്, ലീൻ വരുന്ന സമയത്ത് നമുക്കറിയാം വാവ് സാക്കിന് ഇതിന് തൊട്ട് മുന്നേ ഫത്ഹ ആയതുകൊണ്ട് ലീനാണ്. അപ്പോൾ ചില സമയം അത് കൂടിപ്പോവും. അതായത് ലെഫ്റ്റ്, ദൗ, ബിഹ്, നോ, 3 അക്ഷരങ്ങളും ഒരേ സമയം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.